മമ്മൂട്ടിക്ക് സിനിമയിൽ എന്താ പറയുക ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണ്. മോഹൻലാലിനെക്കാളും ഞാൻ കൂടുതൽ വിളിക്കുന്നതൊക്കെ ചിലപ്പം മമ്മൂട്ടി ആയിരിക്കും കാര്യങ്ങളാണ്. പുള്ളി ഒരു ജ്യേഷ്ഠനെ പോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അനുഗ്രഹം വേണമെന്ന് പറയും. അതൊക്കെ ചെയ്യുന്ന എന്നെ ഞാൻ സുഖമായിരുന്നു കാണാൻ പോകുന്നു, ഞാൻ പുള്ളിയെ വീട്ടിൽ പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ നീ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്, ഇന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷഷ്ടിയബ്ദ പൂർത്തിയാണ്, 60 ദിവസം തികയുന്ന ദിവസം. എന്നിട്ട് മക്കളും വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക്, ഇത് ഇവിടെ വാ, നമുക്കിവിടെ നിനക്ക് ഇഷ്ടമല്ലേ ചൈനീസ് ഫുഡ്, നമുക്ക് ടാജിൽ എവിടെയെങ്കിലും പോയി കഴിക്കാം. ഞാൻ പറഞ്ഞാൽ 2 സ്മോളൊക്കെ അടിക്കുന്നത്, ഇവിടെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു അവിടെ അതില്ലെങ്കിൽ വേണ്ട, ഞാൻ 2 കഴിച്ചിട്ട് വരാം, നിങ്ങളുടെ വീട്ടിലുള്ളത് മതിയെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹവും വൈഫ് ഞങ്ങൾ 3 പേരും മാത്രം ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫോട്ടോ എൻ്റെ കടയുണ്ട്, അതാണ് ഷഷ്ടി പൂർത്തി. ഇപ്പോൾ സപ്തതി ചേർന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, നമ്മൾ ഇപ്പോഴും ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ, ബാക്കി മക്കളൊന്നുമില്ല, നിങ്ങളുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെന്നുള്ളൂ. ഞാൻ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും സുഹൃത്ത് ബന്ധം വേറെ ആരെങ്കിലുമായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാര്യം നിരന്തരം വിളിക്കുന്ന എല്ലാവരും തിരക്കുകളിലും കാര്യങ്ങളിലും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അസുഖത്തെ പറ്റി പറഞ്ഞു, ക്യാൻസർ സർവൈവർ ആണ് താങ്കൾ. എങ്ങനെയാ അസുഖം അതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെവിക്കകത്ത് ആണി അടിച്ചാൽ ഒരു വേദന, ഇവിടെ ഒരു റേഡിയേഷൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ENT ഡോക്ടേഴ്സിനെ കാണിച്ചാൽ ചെവിയിൽ മരുന്ന് ഒഴിച്ചാൽ മതി, ഈ ഗുളിക പിഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാറിയില്ല. ഈ ഷൂട്ടിംഗ് നടന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്, തുടരുന്ന സമയത്തും. എന്നിട്ട് രാത്രിയൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും, നേരം വെളുത്ത ഒരു ചായ കുടിക്കായിരുന്നു, ഇങ്ങനെ വേദന സഹിക്കാൻ വയ്യാന്ന്. ചെവിയിൽ ഇങ്ങനെ ആണി അടിച്ചതുമാതിരി ഒരു വേദന, അതിൻ്റെ റേഡിയേഷൻ പരിപാടി. കാരണം ക്യാൻസറിന് ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു നല്ല സിംറ്റം ദൈവം കാണിച്ചു തന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ MRI എടുത്തപ്പോഴാണ് ഇത് തൊണ്ടയിൽ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് ടോൺസൈറ്റീസിൻ്റെ താഴെ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ, ഒരു 20 സ്റ്റിച്ചുണ്ട് ഇവിടെ. അത് ഈ വരയിലായതുകൊണ്ട് കാണുന്നില്ല. ക്യാൻസർ എന്ന് വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ചാൻസിൽ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ. അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അറിവേണ്ട ലിസി എന്നെ വിളിച്ച് പറയുന്നത്, രാജചേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ, ഈ രോഗം വന്നതൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങേർക്ക് അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാളും ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്നത് വെളിയിൽ പറയാൻ മടിയൊക്കെ ആയിരിക്കും. ഞാൻ കല്യാണ പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രസികനായ ഒരു അമ്മാവൻ, കുറച്ച് വിവരക്കുറവുണ്ട്. ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുപ്പോൾ കൈ കഴിയുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിടുന്നു എത്തി വലിഞ്ഞ് ഉറക്കം ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗറല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടിയും കേട്ടു എൻ്റെ മറുപടി ആയിട്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് അങ്ങനെ ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം, രാജു വല്ലാതെ അങ്ങ് വാർന്നു പോയില്ല, എന്ത് പറ്റി, നമ്മൾ സുഖമല്ല, എന്താ സുഖം? ഞാൻ ക്യാൻസർ ആയിരുന്നു, എനിക്ക് ക്യാൻസർ ആയിരുന്നു. അല്ല അതങ്ങനെ തിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നു. ഞാൻ എനിക്ക് ക്യാൻസർ ആണെന്ന് കരഞ്ഞുകൊണ്ട് പറയണം. ഇതൊക്കെ സത്യങ്ങളല്ലേ. ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ ഒരുപാട് പേര് പരിചയപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇല്ല, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടി മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശിവകാശി ദൈവങ്ങളുടെ കലണ്ടറിൻ്റെ ബാക്കിൽ ഒരു ഹാലോ കാണുമല്ലോ, അതുള്ളവരാണ്. അവർക്കറിയില്ല. മമ്മൂട്ടിക്കുണ്ട് മോഹൻലാൽ, രണ്ടുപേരും വളരെ പോസിറ്റീവാണ്. ഒരാൾ ദേഷ്യപ്പെടും, കാര്യങ്ങൾ പറയും, പക്ഷേ ശുദ്ധ ഹൃദയമാണ്. മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ ഒന്നും വഴക്ക് പറയാതെ ദേഷ്യമില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾക്കൊന്നും വഴക്ക് പറയില്ല, ദേഷ്യം വന്നിട്ട് പറയും. നമുക്കാരെയും അങ്ങനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അവകാശമില്ല. നമ്മളൊരാളിനെ വഴക്ക് പറയാൻ പാടില്ല. അത് അങ്ങനത്തെ പ്രിൻസിപ്പൽ. എനിക്കൊക്കെ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, മൂക്കിൽ മുമ്പ് ഞാൻ പെട്ടെന്ന് പറയും, പിന്നെ വിഷമം തോന്നും, മാറ്റും ഒക്കെ ഉണ്ട്. മോഹൻലാൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല? ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് അക്കരെ എന്നൊരു പടം. അപ്പോൾ അതിന് നമ്മൾ ഏതൊരു ഹൂസ്റ്റണിൽ ഏതൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഒരു എൻ്റെ ഫുഡ് ഷോപ്പുണ്ട്, അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു, ലാലു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. അങ്ങനെ ഞാനൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഈ ഹോട്ട് ഡോഗ് പോലത്തെ ഒരു സാധനം 2 ഞാൻ പൊതിഞ്ഞ് വെച്ചു. ഒരു മണിയായപ്പോഴിങ്ങനെ നിൽപ്പുണ്ട് പാർവതിയുടെ അമ്മ. കണ്ടില്ലല്ലോ, ഫുഡ് വന്നില്ല, എവിടുന്നോ കൊണ്ടുവന്നാണ്. 1:30 ആയി.
ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ണും അങ്ങനെ ഒരു പാട്ടൊന്നും എടുക്കണം പാർവതി മോഹൻലാലായിട്ട്. അപ്പോൾ വിശന്ന് പാർവതിയുടെ കണ്ണ് ഇത്ര ഉണ്ട്, നിറയുമ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെള്ളം കൊടുക്കും. അവരിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ, ഒട്ടും വയ്യ, എൻ്റെ അടുത്ത് സാധനമുണ്ട്, ഇത് കഴിക്കും. അങ്ങനെ പാർവതി അമ്മയെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഇവിടെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ എടുക്കും. ഞാൻ ഇങ്ങനെ വിശന്ന് അവരെ കണ്ണൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. ഓക്കെ, പുള്ളി നടന്നുപോയി. അന്ന് ഫുഡ് വന്ന് പ്രൊഡക്ഷനിൽ പുള്ളി കഴിച്ചില്ല. അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരും. എൻ്റെ ദേഷ്യം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യും. ടോട്ടലി 2 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ മമ്മൂട്ടി മോഹൻലാലും. അവരെ അടുത്ത് നിന്ന് താങ്കൾ കണ്ടിട്ടുണ്ട്. 1 വർഷം സുഹൃത്ത് ബന്ധുവല്ലേ? അതെ. ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പുറകിൽ മമ്മൂട്ടിയുടെ ഒരു ഭയങ്കര കഠിനാധ്വാനവും ഒരുപാട് സാക്രിഫൈസസും ഉണ്ട്. മോഹൻലാലിന്റെ എന്നാൽ അങ്ങനെ സാക്രിഫൈസസ് ഉണ്ടെന്ന് നമുക്ക് സാക്രിഫൈസസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയാം. ഈ മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. മോഹൻലാൽ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ ശേഷം കണ്ടിന്യൂസ് പടങ്ങൾ. ഒരു പടം രാത്രി 12 മണിക്ക് തീർന്നാൽ രാവിലെ 6 മണിക്ക് വേറൊരു പടം നടക്കുകയും. അപ്പോൾ ഈ 2 കുട്ടികളും ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവരെ കൈ വളരുന്നത്, കാല് വളരുന്നത്, മുടി വളരുന്നത് ഒന്നും പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലാണ്. പുള്ളി വളർന്ന് അവർ വലിയ പൊസിഷനിൽ എത്തിയപ്പോൾ അവർ വലിയ രാജ്യങ്ങളിൽ പഠിക്കാനും പോയി. പക്ഷേ മമ്മൂട്ടി അങ്ങനെയല്ല, എല്ലാ ദിവസവും പിള്ളേരെ കാണും, പിള്ളേരടുത്ത് പോകും. അപ്പോൾ അതെല്ലാം പുള്ളി ഫാമിലി എന്നുള്ളത് തന്നെ ഫുൾ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി നിൽക്കും. ഇപ്പോൾ ഈ കർണഭാരം എന്നുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമ ചെയ്യുമ്പോൾ പുള്ളി ആദ്യം ബുദ്ധിമുട്ടാണ് നടന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു കവാലം നാരായണ സാറ് പറഞ്ഞു അത്രേ. അപ്പം ടി കെ രാജീവ്കുമാറിനോട് ചോദിച്ചു, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബുക്കൊന്ന് നോക്കണം, ഞാൻ ഒന്ന് പറയട്ടെ. പുള്ളി അങ്ങേരുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റേ ക്യാരക്ടറും പറയുന്ന സംസ്കൃതം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ഡ്രാമ ചെയ്തപ്പോഴും അവിടെ കുറേ സംസ്കൃത പണ്ഡിതന്മാർ റിഹേഴ്സൽ ചെയ്ത് വന്നു. ഇയാൾക്ക് ശരിക്കും സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു പ്രൊണൗൺസിയേഷൻ മാറി അർത്ഥം മാറും സംസ്കൃതത്തിൽ. വളരെ കൃത്യമായിട്ട് ചെയ്തത്. കാരണം പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ബിക്കോസ് അത് ഡൽഹി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം അപ്പോൾ അങ്ങനെ ഞാൻ പറയില്ലേ, ഈ സിനിമ എന്ന് ടയറിങ് ജോബ്. ഇപ്പോൾ തന്നെ നിങ്ങൾ തുടരുന്നുള്ള സിനിമ ഇത്രയും സൂപ്പറായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. 2-3 ദിവസങ്ങളിൽ വെളുപ്പിന് 6 മണി വരെ നിന്നിട്ടുണ്ട്. നൈറ്റ് നിൽക്കാൻ പറ്റാത്ത ആളാണ്, പക്ഷേ വേറെ വഴിയില്ല, തീർത്തുണ്ട്. പക്ഷേ മോഹൻലാൽ 70 ദിവസം പറഞ്ഞ ഇവിടെ 100 ദിവസമായപ്പോഴും എത്രയോ രാത്രി വെളുപ്പിന് 6 മണിക്ക് സൺലൈറ്റ് വന്നു ഒരു ഫൈറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വരും. വേറൊരു കാര്യം കേട്ടിട്ടുള്ളത്, പ്രൊഡക്ഷൻ സമയത്ത് താങ്കളുടെ സെറ്റിലാണ് ഏറ്റവും നല്ല ഫുഡ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പമില്ലാതെ ഇപ്പൊ ഒരു ഹീറോ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാവർക്കും ജ്യൂസ് കിട്ടും. അത് ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ഈ ശ്രീമന്തപുത്രനൊക്കെ അഭിനയിക്കുന്നിടത്ത് ഇവർക്കൊക്കെ പറഞ്ഞ കൂടിയ ഫുഡ് ഹീറോസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കറി യൂണിറ്റുകാരെ കാണുമ്പോഴാണ് പാവം. ഒരു പൊതിയിൽ സാമ്പാർ സാദം, അല്ലെങ്കിൽ ഒരു പൊതിയിൽ ടൊമാറ്റോ റൈസ്, തൈര് സാദം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡ്യൂസർ ആവുമെങ്കിൽ ചുമ്മാ സ്വപ്നം കണ്ടു എല്ലാവർക്കും ഒരേ ഫുഡ് കൊടുക്കണം. ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൂടുതലായിരിക്കും, പക്ഷേ എല്ലാവരും സന്തോഷമായിട്ട് പോകും. അയാൾക്ക് കൊടുക്കുന്ന ഫുഡ്. മറ്റേത് അവർക്ക് സങ്കടം വരും. നമ്മുടെ മുമ്പ് കൂടെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും പോകുമ്പോൾ നമുക്ക് സാമ്പാർ മാത്രം തരുമ്പോൾ മനസ്സിൽ ഇപ്പരാകും. അപ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കൊടുത്തേ പറ്റൂ. ഞാൻ അല്ലെങ്കിലും ഈ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ വേദനകളിലൊന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ചെയ്യേണ്ട സമയത്ത് പലപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ ഒന്നീ കൈ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാഗടിക്കുക എന്താ പറയുക ബില്ല് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ദൈവം എന്നെങ്കിലും എനിക്കിത് കൊടുക്കാൻ പറ്റുന്നത് ഇവരിനോട്. പിന്നെ ഞാൻ സിനിമയിലൊന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ കൂടെ ആര് ഫുഡ് കഴിക്കാൻ വന്നാലും ശരി, മോഹൻലാൽ വന്നാലും ശരി, മനസ്സിലായി ഞാനേ പേ ചെയ്യത്തുള്ളൂ. അതെൻ്റെ ഒരു പ്രതികാരമാണ്. അന്നത്തെ കുറേ പേരെ ദ്രോഹിച്ചല്ലേ, അത് തന്നെ ഞാൻ ചെയ്യും. ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഭക്ഷണം നല്ല ഭക്ഷണമാണ്. എവിടെ ലോകത്ത് എവിടെ പോയാലും ചെയ്യുന്നത് ഏറ്റവും നല്ല ഫുഡ് എന്താണ് അത് വാങ്ങിച്ച് കഴിക്കും. പാചകം ചെയ്യാനും ഇഷ്ടമാണ്. മോഹൻലാലും പാചകം ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോഴും പക്ഷേ മോഹൻലാൽ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഞാനൊരു സാധനം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കോണ്ടിനെൻ്റൽ ഡിഷ് അല്ല ചിക്കൻ്റെ സംഭവം ഉണ്ടാക്കും. പുള്ളി നല്ല ഫുഡിൻ്റെ ആണ്. നല്ല രാത്രി ആയാലും വന്ന് നമുക്കൊന്ന് ഷെഫിൻ്റെ അടുത്ത് വിളിച്ചോട് ഇങ്ങനെ സ്റ്റൂവിൽ ഇത് ഇട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കും. അതാണ് പുള്ളി അതൊന്നും നോക്കത്തില്ല. പുള്ളി ടൈറ്റായിട്ടൊക്കെ ബോഡി വന്നാലും ശരി തന്നെ പുള്ളി ഭക്ഷണം കണ്ടാൽ കഴിക്കും. മമ്മൂട്ടി പക്ഷേ വളരെ കെയർഫുള്ളാണ്. ഈ പറഞ്ഞ മാതിരി നോക്കിയും കണ്ടുമൊക്കെ ഫുഡ് കഴിക്കുള്ളൂ. വളരെ ശരി നോക്കാം. അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. അന്നത്തെ ഒരു സിനിമ
ലോകവും ഇന്നത്തെ ഒരു സിനിമാ ലോകവും ആസ് എൻ ആർട്ടിസ്റ്റ് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? യു വർക്ക്ഡ് ഇൻ അന്നത്തെ സെറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ സെറ്റുകളിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം വെച്ചാൽ അന്ന് ക്യാരവനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് രസകരമായിട്ട് സംസാരിക്കും. ഇത് ഓരോരുത്തരും ഒരു ഷോട്ട് കഴിഞ്ഞ് തന്നെ ലൈറ്റപ്പിന് 10 മിനിറ്റ് എടുക്കുന്നു, ടിങ് 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 ഓരോരുത്തരും അവരവരുടെ ക്യാരവനിൽ പോയി അവരവരുടെ പേഴ്സണൽ ലൈഫാണ് അവരുടെ. നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു നമ്മുടെ മെയിൻ ഇത് സിനിമയാണ്. സിനിമ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളുണ്ടായതും എല്ലാം ഉണ്ടായത്. സിനിമ ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അതിനെ എപ്പോഴും ബഹുമാനിക്കുകയും അതിൻ്റെ വർക്കിനെ ബഹുമാനിക്കുകയും അതിൽ പെരുമാറുന്നത്. ഇപ്പോൾ ചെയ്യുന്നവരങ്ങനെയല്ല. പലപ്പോഴും എൻ്റെ റെക്കോർഡിസ്റ്റ് പറയുന്നു, അകത്തിരുന്ന് മൈക്കിൽ കൂടെ കേൾക്കാം. ഞാനിപ്പോൾ പുതിയ BMW വെച്ചിട്ട്, പക്ഷേ അല്ല മറ്റേ കാറുണ്ടല്ലോ, ലംബോർഗിനിയാണ് എൻ്റെ താല്പര്യം. ഇവർ വളരെ ബിസിനസ്സാണ്, വളരെ അങ്ങനെയൊക്കെ അംബീഷ്യസ് ആയിട്ട് സംസാരിക്കും. പക്ഷേ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാത്തത്, ഞാൻ ഇപ്പോൾ ഒരു പടത്തിൽ ചെയ്തു കേട്ടോ, ഞാൻ അതിനകത്തൊരു സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന സീൻ. അപ്പോൾ മറ്റേ ആൾ പറയും, ഞാനൊരു ഗ്യാരണ്ടി ചെയ്തതിന് ഇന്നാരുടെ പടത്തിൽ ഇന്ന വേഷം വന്നിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഭയങ്കര സിൻസിയറും കാര്യങ്ങളും. ഇപ്പം എനിക്ക് സുഖമില്ലാതായപ്പോഴും എന്നെ കാണാൻ ഓടിയെത്തിയത് മോഹൻലാലും മുൻപിട്ട്. ഞാൻ പറഞ്ഞില്ല, അത് ആ പഴയ കാലത്ത് അവരുടെ ബന്ധങ്ങൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആ ഒരു സംഭവം കുറവാണെന്ന്. കാര്യം കുട്ടികളൊക്കെ നല്ല ഇൻ്റലിജൻ്റാണ്, ബ്രില്യൻ്റാണ്, ടാലൻറ്റഡാണ്, അവർ വളരെ ഹാർഡ് വർക്കിങ്ങുമാണ്. പക്ഷേ ഇതാണ് സംഭവം. നമ്മുടെ അന്നത്തെ കൂട്ടുള്ളൊരു ഐക്യമൊന്നും പുറത്തുവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു അധികം പേർക്ക് മുതിർന്നവരൊന്നും അറിയത്തുമില്ല, അറിഞ്ഞാലോട്ടോ അവർ മൈൻഡ് ചെയ്യത്തുമില്ല.